പരിശുദ്ധാത്മാവിനെയും നിങ്ങളുടെ എല്ലാം ഗുരുവായ ഒന്നിനായ ജോഷുവാനും ജോർജ് സേബ്രാമത്തും സെമിനാരി പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ്, ഇന്ന് ഗുരുവന്ന് ഏറ്റുവാങ്ങുന്ന ജേക്കുര്യൻ അച്ഛൻ, അച്ഛൻ്റെ സഹോദരനും വന്ധ്യരായ വൈദികരെ, വാത്സല്യമുള്ള സുഭാഷന്മാരെ, സെമിനാരി വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, 1969 ജൂലൈ 27 മുതൽ 1973 ഏപ്രിൽ 22 വരെയാണ് ഞങ്ങൾ ഒരുമിച്ചിവിടെ പഠിച്ചത്. ആ വർഷത്തെ ഉയർന്ന ഞായറാഴ്ച വളരെയധികം കഴിഞ്ഞായിരുന്നു. അദ്ദേഹം ഇവിടെ ഞങ്ങളോട് ഒരുമിച്ച് പഠിക്കുവാൻ വന്നപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും മികച്ച നിലയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്ന അച്ഛനാണ് ജയിക്കുമെന്ന് വെച്ചത്. എന്നെപ്പോലെ ആയിരുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഒത്തിരി വാത്സല്യമുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഒരു സഹതാപത്തോടുകൂടി ചോദിക്കുമായിരുന്നു, എൻ്റെ കുഞ്ഞെ, നീ ഇങ്ങനെ ഒരു കടിഞ്ഞൂൽ പൊട്ടനായാൽ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കുന്നു? ഇങ്ങനെ ഒരു കടിഞ്ഞൂൽ പൊട്ടനായാൽ, ഞാൻ കടിഞ്ഞില്ല അതിൻ്റെ എന്നെ ജീവിക്കുവാൻ ചോദിക്കുമായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഇല്ല, മറ്റേ ലോകത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കടിഞ്ഞൂൽ പൊട്ടനായ ഞാൻ വന്ധ്യനായ ജയിക്കുര്യനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കാണും. അച്ഛൻ്റെ ചിന്താഗതി ഷേക്സ്പിയറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ അരേനായിലെ അവരവരുടെ റോള് കഴിഞ്ഞാൽ ഉടനെ ക്വിറ്റ് ഔട്ട് ഓഫ് ദ സ്റ്റേജ്. അതാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി. ഇവിടെ ഒരു അരേനയാണ്. ഈ അരേനായിൽ ഓരോരുത്തർക്കും പാർക്കണം. ആ പാർട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ക്വിറ്റ് ഔട്ട് ഓഫ് ദ സ്റ്റേജ്. ഞാൻ അടുത്ത സമയത്ത് അച്ഛനെ ടെലിഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളോടൊക്കെ അച്ഛൻ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ നോ, തീർത്ത് പറയും. അച്ഛൻ്റെ അന്നത്തെ പഠനത്തിനുള്ള ശേഷി അദ്ദേഹം അധികമൊന്നും സംസാരിക്കുന്നില്ല, എന്നാൽ ആവശ്യമായ കാര്യങ്ങൾ സംസാരിച്ചു. പഠനത്തിൽ അതുപോലെ തന്നെ അന്നത്തെ പ്രാക്ടീസ് സ്പീക്കിംഗ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി ഓർക്കും. ഇതെല്ലാം വാത്സല്യമുള്ള സെമിനാരി വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിൽ മാതൃകയായിട്ട് എടുക്കാവുന്ന, മാതൃകയായിട്ടുണ്ടായിരുന്ന ഒരു ഗുരുവിനിപ്പോൾ ഗുരുവന്ദനമുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹം അന്നായിരുന്ന അടുപ്പവും സ്നേഹവും ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ചിലരൊക്കെ വന്ന വഴികളൊക്കെ മറന്നു പോകുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത, പഴയ വഴിയൊന്നും ആരും ഓർക്കണം, ആരുമല്ല, ചിലർക്ക് ഓർക്കണം. എന്നാൽ വന്ധ്യനായ അച്ഛൻ അന്നും ഇന്നും ഒരുപോലെ. ഞാൻ മെത്രാജനായതിനോട് പറയും, മെത്രാജനാകുന്നതിന് മുമ്പും മെത്രാജനായതിനു ശേഷവും എല്ലാം ഒരേ നിലയിൽ അദ്ദേഹം സ്നേഹവും ആദരവും ഒക്കെ ഒരുമിച്ച് കാണിച്ചു. ഇത് വളരെ വളരെ മാതൃകയായിട്ടുള്ളൊരു കാര്യമാണ്. സെമിനാരി പഠിക്കാൻ വരുമ്പോൾ പല ആളുകൾക്കൊന്നും വ്യത്യാസമുണ്ട്. ഔദ്യോഗികമായി കഴിയുമ്പോൾ പിന്നെ പഴയ ആളുകളെ ഒന്നും കണ്ടാൽ വേണ്ടതില്ല. അച്ഛനായി കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലായ പലരും അങ്ങനെയാണ്. അത് ഒരിക്കലും ചേർന്നതായി. ഈ കാര്യത്തിൽ അച്ഛൻ വളരെ മാതൃകയോട് പ്രവർത്തിച്ചു. ദാനം ചെയ്ത പരിശുദ്ധ ഫ്രാൻസിസിന്റെ പാവാതിന് അമ്പും വില്ലും കാര്യം പറഞ്ഞ് പറയാറുണ്ട്. വില്ലിന്റെ വലുവനുസരിച്ചിരിക്കും അമ്പിന്റെ പാച്ചിൽ.
അത് ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ വലിയ നന്നായിട്ട് വഴി അതുപോലെ ഈ സഹോദരൻ വഴി കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും പറയും. അതിന് ഓരോ സമയത്തും ചിലരുണ്ട് ഉപ്പായത്തിൻ്റെ തുമ്പയെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വീട്ടിൽ കഞ്ഞിവെപ്പ് വരും. എല്ലാ ദിവസവും ഇങ്ങനെ അച്ഛൻ്റെ കൂടെ ചാത്തോടും മാമോദിസ കഴിച്ച് ഇതെല്ലാം കഴിച്ച് നടക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. 74 ഞാൻ അച്ഛനായ 60 അത് മാത്രമല്ല കൊല്ലം ആത്മനയിലായിരുന്നു. അതേ പിന്നെ വെത്രാജനാണ്. അപ്പോൾ ഒത്തിരി വൈദികരെ പഠിക്കുന്നു. പ്രിയപ്പെട്ട വാത്സല്യമുള്ള സിംഹാസന്മാരെ സെമിനാരി വിദ്യാർത്ഥികളുടെ ഈ കാര്യത്തിൽ നിങ്ങൾ അച്ഛനെ കണ്ടുപിടിക്കും. അച്ഛൻ എല്ലാ സ്റ്റേജിലും ഒന്ന് വിളിച്ചോണ്ടിരുന്നത് എനിക്ക് പറയും. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇവർ രണ്ടുപേരും, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കണ്ടു. വീട്ടിൽ ചെന്നപ്പോൾ ഒരുമിച്ച് കണ്ടു. അല്ലാതെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ കാണുന്നത് ഞാനിത് ആദ്യമാണ്. നിങ്ങളാരും കണ്ടോളെന്ന് എനിക്കറിയാം. അതൊരു വലിയ മാതൃക. അങ്ങനെയുള്ള മാതൃകകളൊക്കെ എല്ലാവരും മനസ്സിലാക്കി മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യമാണ് സ്നേഹത്തോടെ ഓർപ്പിക്കുവാനുള്ളത്. വലിയ കാര്യങ്ങളൊന്നും ഈ കടിഞ്ഞപ്പോഴും പറയാനില്ല, ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് വന്യനായ സദീർഘ്യൻ്റെ ഈ ഗുരുവന്ദനത്തിൻ്റെ ദിവസത്തിൽ ദൈവം അദ്ദേഹത്തിന് എല്ലാ കുറവുകളും അനുഗ്രഹം നൽകട്ടെ. ഒരു ചെറിയ അപേക്ഷ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അത്രാജിമാർ അപേക്ഷ എന്ന് പറയാറില്ലെങ്കിലും അപേക്ഷ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അച്ഛൻ്റെ കഴിവുകൾ താളത്തിൽ ധാരാളമാണ്. അത് ഈ പുറകെയുള്ള സമൂഹത്തിന് വേണ്ടി വിതറിക്കൊടുക്കുകയും അവരെ കുറേ കൂടി കാര്യങ്ങളിൽ വഴി നടത്തുകയും ചെയ്യുവാൻ അച്ഛൻ എല്ലാ കവിയും അനുഗ്രഹം നൽകട്ടെ. അച്ഛനും കുടുംബത്തിനും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. പരിശുദ്ധ പാവകന്മേലി അഭിനരായ അന്ത്യോന്യത്തിന്മേലി ആദരണീയനായ ജയിപ്പിനും സ്റ്റേജിൽ ഉപയോഗിച്ചതായിരിക്കുന്ന പ്രശസ്ത വ്യക്തികളെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സെമിനാരിയുടെ ഏത് സന്ദർഭത്തിലും വന്ന് സംബന്ധിക്കുന്നത് എനിക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന ഒരു അനുഭവമാണ്. 1946 ഞാൻ വിദ്യാർത്ഥിയായി സെമിനാരിയിൽ ചേർന്ന കാലം മുതൽ ഈ വർഷം വരെയും 70 വർഷക്കാലം സെമിനാരിയോട് ഇത്രയും ഗാഢമായ ബന്ധം പുലർത്തിയിട്ടുള്ള മറ്റാരും ഇന്ന സമയത്തില്ല എന്ന് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും. ഇത്രയും ദീർഘകാലം സെമിനാരിയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന് പ്രിൻസിപ്പലായിട്ടുള്ള ഒരാളാണ് വിരമിക്കുന്നതിൽ നിന്നാണ് അദ്ദേഹത്തെ വന്ദനവ് നൽകുന്നത്. ഞാൻ 6 പ്രിൻസിപ്പൽമാരെ ഓർക്കുന്നുണ്ട് ഈ കാലയളവിൽ. 3 പേര് വാസ്തവത്തിൽ വൈദികരും 3 പേര് മെത്രാപ്പോലീത്തമാരും ആയിരുന്നു. ഒരു പ്രിൻസിപ്പൽ എന്റെ ഗുരുസ്ഥാനികനായി തന്നെ അവസാനിച്ചു. മറ്റു 2 പേര് എന്റെ ഗുരുസ്ഥാനികരായിരുന്നു. പിന്നീട് ഞാൻ അവരുടെ സഹ അധ്യാപകനായി തീരുവാൻ ഭാഗ്യം ലഭിച്ചു. മറ്റു 2 പേര് എന്റെ ശിഷ്യന്മാരായിരുന്നു. അവരുടെ സഹ അധ്യാപകനായി പ്രവർത്തിക്കുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. എന്നാൽ മറ്റൊരാൾ ഈ സ്ഥാനത്തിനൊക്കെ അതീതനായ ഒരാളും ആയിരുന്നു. അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല. ഈ ഗുരുക്കന്മാരെ പറ്റി, പ്രിൻസിപ്പൽമാരെ പറ്റി ഒക്കെ ഓർക്കുന്ന സമയത്ത് ഒരാൾ മനസാക്ഷിയുടെ പ്രേരണ നിമിത്തമായി 60 തികയുന്നതിന് മുമ്പ് തന്നെ സെമിനാരിയിൽ വിരമിച്ച ആളാണ്. മറ്റൊരാൾ ചരവത്തിൽ കൂടി വിരമിച്ച ആളാണ്. വേറെ ഒരാൾ സ്ഥാനക്കയറ്റം ഉണ്ടായപ്പോൾ അതിന് വിരമിച്ച ആളാണ്. മറ്റൊരാൾ വിദേശത്ത് നിന്ന് പോയി തിരിച്ചു വന്നപ്പോൾ സ്ഥാനം നഷ്ടപ്പെട്ട ആളുണ്ട്.
ഈ രണ്ടുപേര് എങ്ങനെ വിരമിക്കും ചോദിച്ചാൽ ഈ വയസ്സ് കൃപപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ആ പ്രായമനുസരിച്ച് നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് വിരമിക്കുന്നവരാണ് രണ്ടുപേര്. ഇത് ഈ പ്രിൻസിപ്പൽമാർ എല്ലാവരുമായിട്ടും ആത്മബന്ധം പുലർത്തുവാൻ എനിക്ക് കഴിഞ്ഞു. ഇപ്പോഴത്തെ 7ാമത്തെ പ്രിൻസിപ്പലാണ് ഞാൻ പരിചയപ്പെടുന്നത്, ബന്ധപ്പെടുന്നത്. ഈ 6 പേരെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഇന്ന് ഒരാൾ മാത്രമേ ഇവിടെ ഉള്ളൂ, മറ്റൊരാളെ ജീവിച്ചിരിപ്പുള്ളൂ, അത് ഇവിടെ ഇല്ലതാണ്. മറ്റു 4 പേരും മൺമറഞ്ഞവരാണ്. ഈ പ്രിൻസിപ്പൽമാരിൽ സർവവിജ്ഞാന കോശമുണ്ട്. അതുപോലെ തന്നെ ദാർശനികരും കലാകാരനുമുണ്ട്. ആരാധനാശാസ്ത്രത്തെ കുറിച്ച് ആധികാരികമായി അതിന്റെ എല്ലാ തത്വങ്ങളെയും ആവിഷ്കരിക്കുവാൻ കഴിവുള്ളവരുണ്ട്. പിന്നെ ആ സംഘടനാ പാഠവുമുള്ളവരുണ്ട്. എക്യുമെനിക്കൽ രംഗത്ത് രചനരേഖകളായി വിരാജിച്ചിട്ടുള്ളവരുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. എങ്കിലും ഏറ്റവും ചുരുങ്ങിയ സമയം 3 വർഷം മാത്രം പ്രിൻസിപ്പൽ സ്ഥാനം വഹിച്ച ഒറ്റ വ്യക്തി, ഏറ്റവും ചുരുങ്ങിയ സമയം വഹിച്ച ആൾ ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ഛനാണ്. എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് ബെസ്റ്റ് പ്രിൻസിപ്പൽസ് അവാർഡ് ആർക്ക് കൊടുക്കും എന്ന് എന്നോട് ചോദിച്ചാൽ ഒരു സങ്കോചവും ഒരു സംശയവും കൂടാതെ മറ്റ് 5 പേരെയും ഞാൻ മാറ്റി നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ഛൻ ആധികാരികമായി പറയുന്ന കാര്യമാണ്. കാരണം മറ്റൊരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. എന്തുകൊണ്ട് ബെസ്റ്റ് പ്രിൻസിപ്പൽസ് അവാർഡ് ഞാൻ കൊടുക്കുന്നു? 3 കാരണങ്ങൾ നിങ്ങൾക്കറിയാം. ഞാൻ എപ്പോഴും 1, 2, 3 പറഞ്ഞാണ്. 3 കാരണങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ഒന്ന്, പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഫുൾ കമ്മിറ്റ്മെന്റ്, തന്റെ ദൗത്യത്തോട് ഇന്ന് പൂർണ്ണമായിരിക്കുന്ന ആ ഒരു പ്രതിബദ്ധത ഇവിടെ മറ്റാരും കാണിച്ചിട്ടില്ല. ചില പ്രിൻസിപ്പലായിരിക്കുമ്പോൾ പകുതി സമയം സെമിനാരിൽ, പകുതി സമയം ഓരാളുമായി കഴിഞ്ഞിട്ടുള്ളവരുണ്ട്. മറ്റു ചിലര് മറ്റ് സ്ഥാനങ്ങളിലായിട്ടുള്ളവരുണ്ട്. എന്നാൽ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സമയവും സെമിനാരി ഓഫീസിൽ അതിന്റെ എല്ലാ കാര്യങ്ങളിലും നിഷ്കർഷയോടെ ശ്രദ്ധാത്മകമായി ഇത്രയും താല്പര്യങ്ങളോട് പ്രവർത്തിച്ചിട്ടുള്ള മറ്റൊരു പ്രിൻസിപ്പലും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു വലിയ പാഠം നമുക്കുണ്ട്. ഏത് ദൗത്യം താൻ ഏറ്റെടുത്തിരുന്നാലും ഫുൾ ആൻഡ് ടോട്ടൽ കമ്മിറ്റ്മെന്റ്, അതിനോടുള്ള പൂർണ്ണ പ്രതിബദ്ധത നാം എങ്ങനെ പുലർത്തും എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ഛൻ എന്ന് ഞാൻ പറയും. രണ്ടാമത്, ഞാൻ എന്തുകൊണ്ട് ബെസ്റ്റ് പ്രിൻസിപ്പൽസ് അവാർഡ് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ 3 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം വഹിച്ച നേട്ടങ്ങളുടെ നീണ്ട പട്ടിക നിരത്തുവാനായിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് എന്തൊക്കെ സെമിനാരിയുടെ 200 വർഷം തികയുന്ന സുവർണ ഘട്ടം, സന്ദർഭം ഏറ്റവും ഉചിതമായി അത് ബഹുവിധമായിരിക്കുന്ന പരിപാടികളോടെ അതെത്രയും ആഡംബരവും അതേ സമയത്ത് അർത്ഥവത്വമാകുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചു എന്നുള്ളത് എന്തിന് ഇന്ത്യ ഗവൺമെന്റിനെ കൊണ്ട് ഒരു സ്റ്റാമ്പ് വരെ സെമിനാരിയെ പറ്റി ഇറക്കുവാൻ, അന്തർദേശീയ തലത്തിൽ ഒരു സംഗീത സായാഹ്നം സംഘടിപ്പിക്കുവാൻ, ഇങ്ങനെ എന്തെല്ലാം ആ 200 വർഷത്തെ കഴിഞ്ഞതിന്റെ ആ ആഘോഷം അതെത്ര ഭംഗിയായി നടത്തി എന്നുള്ളത്. 2, പരിശുദ്ധ ബാബാന്റെ പേര് സൂചിപ്പിച്ചതാണ് സെറാമിക് കോൺവൊക്കേഷൻ. അതിന്റെ എല്ലാ കാര്യങ്ങളിലും ഇത്രയും ഭംഗിയായി നടത്തുവാൻ സാധിച്ചു എന്നുള്ളത്.
ശ്രേയസ് എന്നുള്ള ബൃഹത്തായ മനോഹരമായ ആ സൗധം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിശ്ചിതമായിരിക്കുന്ന തുകയ്ക്ക് താഴെ അത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഇങ്ങനെ പോകുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഈ 3 വർഷത്തില് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ അസൂയ തോന്നത്തക്കവണ്ണമുള്ള നേട്ടങ്ങൾ ഞാൻ പറയട്ടെ. 2 കാര്യങ്ങളായ പറഞ്ഞത്. ഒന്ന്, ടോട്ടൽ കമ്മിറ്റ്മെന്റ് ടു ദ ടാസ്ക്. 2, നേടിയ നേട്ടങ്ങൾ അതിന് നീണ്ട പട്ടിക. 3ാമത് ബെസ്റ്റ് പ്രിൻസിപ്പൽ എന്നുള്ള ഞാൻ കൊടുക്കുന്നതിന് കാരണം അദ്ദേഹത്തിന് സഹപ്രവർത്തകരുടെ പൂർണ്ണ സഹകരണം നേടിയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ മറ്റു ചില പ്രിൻസിപ്പൽമാരുണ്ടായിരുന്നു. അവർക്ക് തന്നെത്താൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അവർ മറ്റൊരുമായി വലിയ ആലോചനയ്ക്കൊന്നും സമയം കൊടുക്കാറില്ല. എന്നാൽ അതിന്റെ പ്രതിഫലം ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫാക്കൽറ്റിയോട് ആലോചിക്കാതെ ചില നിയമനങ്ങൾ ഇവിടെ ചില പ്രിൻസിപ്പൽമാർ നടത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്നാൽ ജയിക്കപ്പിള്ളത്തിന്റെ ഒരു ശൈലി എല്ലാ കാര്യങ്ങളിലും ഫാക്കൽറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളെയും ഒരുപോലെ ബന്ധപ്പെടുത്തി അവരുടെ എല്ലാം സേവനം ആത്മാർത്ഥതയോടെ അർപ്പിക്കുവാനൊക്കെ വേണം. അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്കൊക്കെ മാതൃകയാക്കുവാൻ എങ്ങനെ മറ്റുള്ളവരുമായി സഹകരിച്ച് അവരുടെ കഴിവുകളും അവരുടെ താലന്തുകളും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന വിധത്തിൽ നമുക്ക് പ്രത്യക്ഷമായി കാണിച്ചു തരികയും അവർക്ക് വിജയകരമായി തെളിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അച്ഛനെ പറ്റിയുള്ള എന്റെ മറ്റൊരു അഭിനന്ദനം. എന്നാൽ എനിക്ക് ഒരു പരാതി മാത്രമേ ഉള്ളൂ. അത് അച്ഛനെ പോലുള്ള ഒരു പ്രതിഭാശാലി വലുതായിട്ടൊന്നും എഴുതിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടാകേണ്ടതാണ്. ഇത്രയധികം പാണ്ഡിത്യം, ഭാഷാ നൈപുണ്യം, അവരുടെ ശൈലി, ഇതിനൊക്കെയുള്ള കഴിവുണ്ടായിട്ടും അദ്ദേഹം അക്കാര്യത്തിൽ അല്പം അലസത കാണിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സാഹിത്യ സമിതിയിലെ സെക്രട്ടറി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലപ്പോഴും അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛനെന്തെങ്കിലും എഴുതിത്താൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. കാരണം അച്ഛന്റെ പാണ്ഡിത്യത്തെ കുറിച്ചും വിജ്ഞാനത്തെ കുറിച്ചുമുള്ള മറ്റുള്ളവരുടെ മനസ്സിലുണ്ടായ ചിന്ത അത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഇനി ഉള്ള സമയം അതിൽ കൂടുതൽ ചെലവിട്ടുകൊണ്ട് സമൂഹത്തിന് സഭയ്ക്ക് പ്രയോജനപ്രദമായ അമൂല്യങ്ങളായ കൃതികൾ ഉണ്ടാകുവാനൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സമയവും അതിനുള്ള സാഹചര്യവും ഉണ്ടാകട്ടെ. കൊച്ചമ്മ അത് പ്രേരിപ്പിച്ചാൽ മാത്രം മതി. അത് ആ നിലയിൽ പ്രവർത്തിക്കുകയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ സംസാരിച്ച എന്റെ വാക്കുകളെ ചുരുക്കും. ദൈവത്തിന്റെ വലിയ നാമത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിനന്ദനായ സക്കറിയ മാർ അന്തോണിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, സെമിനാരിയുടെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, ഗുരുക്കന്മാർ, ഗുരുവെന്ന് നമ്മളെല്ലാവരും ബഹുമാനം പ്രദർശനം വിളിക്കുന്ന ബഹുമാനപ്പെട്ട TJ ജോഷുവ അച്ഛൻ, ഇന്ന് ഗുരു വന്ദനത്തിന് പാത്രീഭൂതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട JP കുര്യനച്ഛൻ, കൊച്ചമ്മ, മറ്റ് സെമിനാരി വേദിയിലിരിക്കുന്ന സെമിനാരി അധ്യാപകരെ, ബഹുമാനപ്പെട്ട റമ്പാച്ചൻ, വൈദികരെ, സഹോദരങ്ങളെ, ആദ്യമേ തന്നെ ശ്രേഷ്ഠ ഗുരുവിന് വന്ദനം ചൊല്ലുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ അധ്യാപകനായി ഈ സെമിനാരിയിൽ ചേർന്നിട്ട് അദ്ദേഹത്തിന്റെ ആദ്യകാല വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഞാൻ എന്നുള്ളത് സന്തോഷത്തോടുകൂടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് സെമിനാരിയിൽ വിദ്യാർത്ഥിയായി ചേർന്ന് ഒരു ദിവസം സന്ധ്യയ്ക്ക് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിനന്ദനായ ഗ്രിഗോറിയോസ് തിരുമേനി വന്നിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തി. നമ്മുടെ സെമിനാരിയുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി JK കുര്യൻ ശർമാശൻ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിന്ദു ഫിലോസഫിക്ക് 1ാം റാങ്ക് നേടിയിരിക്കുന്നു എന്നുള്ളത്.
എല്ലാവരും വലിയ കയ്യടിയോടുകൂടെ ആ വാർത്ത സ്വീകരിച്ചു. അച്ഛനെ ആദ്യം കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ആ ഒരു ഉന്നത പദവിയിൽ തന്നെയാണ്. ആദ്യം കാണുന്നത് ബാംഗ്ലൂർ വെച്ചാണ്. എന്റെ ജ്യേഷ്ഠൻ ബാംഗ്ലൂരുണ്ട്. അവിടെ ചെന്നപ്പോൾ പള്ളിയിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന് കണ്ടു. അന്ന് അടുത്ത് ചെല്ലുന്നതിനും പരിചയപ്പെടുന്നതിനുള്ള ധൈര്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് മിണ്ടാതെ പോന്നു. കൂടുതൽ പരിചയപ്പെടുവാനും അടുക്കുവാനും എല്ലാം സാധിക്കുന്നത് അച്ഛൻ അധ്യാപകനായി ഇവിടെ വന്നതിന് ശേഷമാണ്. അന്ന് ഷമ്മാശനാണ് വാർഡനായിരുന്ന ഇവാനിയോസ് തിരുമേനി, അന്ന് KG ജോർജ് അറമ്പാച്ചൻ, ക്ഷമിക്കണം അച്ഛൻ തിരുമേനിക്ക് അന്ന് അസുഖമായിരിക്കുന്ന അവസരമാണെന്ന് തോന്നുന്നു. വന്ന വഴി തന്നെ വാർഡന്റെ ചുമതലയാണ് ബഹുമാനപ്പെട്ട JK കുര്യൻ ഷമ്മാശന് ഏൽപ്പിക്കപ്പെട്ടത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസം തോന്നുന്ന 1-2 ഭരണ ക്രമീകരണങ്ങളൊക്കെ ഷമ്മാശൻ നടത്തി. ആദ്യം തന്നെ അനൗൺസ് ചെയ്തു, ടൗണിൽ പോകാനായിട്ട് അനുവദിച്ചിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ആരും വന്ന് എന്നെ കാണണമെന്നും അനുവാദം ചോദിക്കണമെന്നില്ല, എല്ലാവർക്കും പോകാം, സമയത്തിന് തിരിച്ചു വന്നേച്ചാൽ മതി. ദിവസവും വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങുന്നതിന് വിരോധമൊന്നുമില്ല, സമയത്തിന് തിരിച്ചു വന്നാൽ മതി. എല്ലാവരും അക്ഷാരോടെ തീരുമാനങ്ങളൊക്കെയും സ്വീകരിച്ചു. 1 വർഷം വാർഡനായിരുന്നു. എന്നാൽ ഒരുപക്ഷെ അച്ഛൻ അങ്ങോട്ട് കാണിച്ച ആത്മാർത്ഥത വിദ്യാർത്ഥികളിൽ നിന്ന് പൂർണ്ണമായും തിരിച്ചു കിട്ടാതിരുന്നത് കൊണ്ടാകണം 1 വർഷം കഴിഞ്ഞപ്പോൾ സ്വയമേവ വാർഡൻ പണി അവസാനിപ്പിച്ചു. ക്ലാസിന്റെ കാര്യത്തിലാണ് വലിയ ഒരു റിലീഫായിരുന്നു. അതിനു മുമ്പും റിലീജിയനും ഹിന്ദുയിസവും ഒക്കെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ JK കുര്യൻ അച്ഛൻ നമ്മളോട് വലിയൊരു വ്യത്യാസം ഉണ്ടായി. അതിനു മുമ്പ് ഹിന്ദുയിസം പഠിപ്പിച്ചിരുന്നത് അഭിമന്യ ഒസ്താദ്യോസ് തിരുമേനിയാണ്. തിരുമേനി വലിയ കഴിവുള്ള മനുഷ്യനാണ്. കാരണം സ്പെഷ്യലിസ്റ്റുകളില്ലാത്ത ഏതൊരു വിഷയവും അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന തിരുമേനിയാണ്. ഞങ്ങളെ സൈക്കോളജി പഠിപ്പിച്ചിട്ടുണ്ട്, തിയോളജി പഠിപ്പിച്ചിട്ടുണ്ട്, ഹിന്ദുയിസം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒസ്താദ്യോസ് തിരുമേനിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ JK കുര്യൻ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ ക്ലാസ്സുകളൊക്കെ ഇന്നും മനസ്സിൽ പല കാര്യങ്ങളും വ്യത്യസ്തമായി നിൽക്കുന്നു. മോഡേൺ റിലീജിയസ് മൂവ്മെന്റ്സും എക്യുമെനിസവും ഒക്കെ പഠിപ്പിച്ചത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുവാൻ തക്കവണ്ണം മനസ്സിൽ പതിഞ്ഞ് കയറിയ പല കാര്യങ്ങളാണ്. അതൊരു ദിവസം ഞങ്ങളുടെ ക്ലാസ്സിന് ഒരു അസൈൻമെന്റ് തന്നു. അസൈൻമെന്റ് തന്നപ്പോൾ അത്ര ഈസിയുള്ള വിഷയമല്ലായിരുന്നു. വിഷയം എന്താണെന്ന് ഞാൻ മറന്നുപോയി. ഏതായാലും പെട്ടെന്ന് ലൈബ്രറിയിലേക്ക് ചെന്ന ഒരു പുസ്തകം എടുത്തുകൊണ്ട് കോപ്പി കൊടുക്കാൻ പറ്റിയ വിഷയമൊന്നും ആയിരുന്നില്ല. പിന്നെ ആദ്യമായി വരുന്ന പുതിയ അധ്യാപകനാണ്, അതുകൊണ്ട് വിഷയവും പുതിയതാണ്. മുൻപ് എഴുതിയത് എല്ലാവരുടെയും നോക്കി ഒന്ന് റെഫർ ചെയ്തിട്ട് എഴുതാമെന്ന് വിചാരിക്കാനും സാധ്യതയൊന്നുമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പുസ്തകം തപ്പി ഒരു 8 ദിവസം നടന്നു, ആർക്കൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. ആരും തന്നെ എഴുതിയില്ല. അസൈൻമെന്റ് കൊടുക്കേണ്ട ദിവസം അച്ഛൻ ക്ലാസ്സിൽ വന്നു. ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞ വഴി ചോദിച്ചു, റീസിനോട് അസൈൻമെന്റ് എവിടെ? റീസ് എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അച്ഛൻ ആരും തന്നില്ല. ഉടനെ തന്നെ അച്ഛൻ ദേഷ്യപ്പെട്ട് ഈ അസൈൻമെന്റ് തരാതെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ഒറ്റ പോക്കും വെച്ചു കൊടുത്തു. എല്ലാവരും നിരാശരായിരുന്നു. എന്താ പണി? ഇതിന് ആലോചിച്ചു. രാത്രിയിൽ ബഹുമാനപ്പെട്ട അച്ഛനെ മുറിയിൽ ചെന്ന് കണ്ടു വിഷയം പറഞ്ഞു. ഞങ്ങളെല്ലാം തപ്പിയിട്ട് പറ്റിയ പുസ്തകങ്ങളൊന്നും കണ്ടില്ല, അതുകൊണ്ട് 2 ആഴ്ചയെങ്കിലും സമയം നീട്ടിത്തരണം, എല്ലാവരും ഒരുമിച്ചാണ് പറയുന്നത്. എന്നിട്ടും അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എത്ര പേര് എഴുതുന്നു എന്നോ എന്തെഴുതുന്നു എന്നോ എനിക്ക് പ്രശ്നമല്ല, പക്ഷേ അടുത്ത ക്ലാസ്സിന് മുമ്പ് എനിക്ക് അസൈൻമെന്റ് കിട്ടിയിരിക്കണം, അത് എന്റെ കൽപ്പനയാണ്, അതിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് മാത്രം പറഞ്ഞു. എല്ലാവരും പോയിരുന്നു, ബുദ്ധിയിൽ പഠിച്ചു, അസൈൻമെന്റ് എഴുതി അവരവരുടേതായിട്ടുള്ള രീതിയിൽ അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്തു. അത് ഉദാഹരണമായിട്ട് ഓർത്തിരിക്കുന്ന 1-2 കാര്യങ്ങൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാൻ എന്റെ മനസ്സിൽ തോന്നുന്ന 3 കാര്യങ്ങൾ: സത്യസന്ധത, ആത്മാർത്ഥത, സ്ഥിരോത്സാഹം. ഇത് 3 അച്ഛന്റെ മുഖമുദ്രയായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. ഏതൊരു കാര്യം ഏൽപ്പിച്ചാൽ ഇവിടെ നേട്ടങ്ങളുടെയൊക്കെ ലിസ്റ്റ് വർണ്ണിച്ചു കഴിഞ്ഞു, അതിനെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും ഒന്നുമല്ലെങ്കിൽ അച്ഛൻ അത് ഏൽക്കില്ല. അത് ഏറ്റാൽ അത് കൃത്യമായിട്ട് കൃത്യസമയത്തിനുള്ളിൽ സത്യസന്ധതയോടുകൂടെ തന്റെ മുഴുവൻ എനർജിയും അതിന് നൽകിക്കൊണ്ട് പൂർത്തീകരിച്ചിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. സ്ഥിരോത്സാഹത്തെ കുറിച്ച് കൂടെ പഠിച്ചവരൊക്കെ പറഞ്ഞു, ഹാർഡ് വർക്കിംഗ്. ഏത് കാര്യമുണ്ടെങ്കിലും അതിന്റെ നടിവേരുകൾ വരെ തിരഞ്ഞു ചേർന്ന് അതിനെ ഹൃദയസ്ഥമാക്കി കൃത്യമായി പഠിച്ച് അത് പഠിപ്പിക്കാനും അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുട്ടികളുടെ മനസ്സിൽ പതിയുന്ന വിധത്തിൽ
അത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ടുള്ള കഴിവും അച്ഛനുണ്ട്, യാതൊരു സംശയവുമില്ല. ഏതൊരു കാര്യത്തിലാണെങ്കിലും സത്യസന്ധതയും ആത്മാർത്ഥതയും സ്ഥിരോത്സാഹവും, ഇത് മൂന്നും കൂടിപ്പോയത് കൊണ്ടായിരിക്കാം മുഖത്ത് ചിരി അല്പം കുറയും. പക്ഷെ അത് ആരോടും സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. സ്നേഹമൊക്കെ ഉണ്ട്. അത് ആരെയും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയോ ഉന്നതങ്ങളിലേക്ക് കയറി പോകുന്നതിന് വേണ്ടിയോ ഒന്നും ചിരിച്ചു കാണിക്കാറില്ല. ആരെയും ബഹുമാനപ്പെട്ട നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന പോലെ സോപ്പിടുന്ന പെരുമാറ്റവും ചിരിയും പ്രവൃത്തിയും വചനവും അത് ബഹുമാനപ്പെട്ട ജേക്കബ് നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം ആത്മാർത്ഥത അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങോട്ട് കൊടുക്കുന്ന ആത്മാർത്ഥത തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അച്ഛൻ ചിലപ്പോൾ അല്പം നിരാശനാകും. അന്നേരം ചിലപ്പോൾ ദേഷ്യമൊക്കെ വന്നു വരും, ദേഷ്യപ്പെട്ടെന്ന് വരും, ശകാരിച്ചെന്ന് വരും എന്നുള്ളതേ ഉള്ളൂ. കാരണം അത് ആത്മാർത്ഥതയൊക്കെയുള്ള മനുഷ്യരുടെ ഒരു കുഴപ്പമാണ്. അങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിരാശരായി തീരുക എന്നുള്ളത്. ഞാൻ എൻ്റെ വചനങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമല്ല. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കഴിവുകൾ സഭയ്ക്കും സെമിനാരിക്കും വേണ്ടി പ്രയോജനപ്പെടുത്തണം. അച്ഛൻ സെമിനാരിയുമായിട്ട് നിരന്തരമായിട്ടുള്ളതായ ഒരു ബന്ധത്തിൽ തുടരണം എന്നുള്ളത് താഴ്മയായ ഒരു അപേക്ഷയാണ്. BD ലെവലിൽ അല്ലെങ്കിൽ LKG ലെവലിലോ സ്ഥിരമായി ക്ലാസ്സുകൾ എടുക്കുകയോ ഏത് രീതിയിലായാലും അങ്ങേയറ്റം സാധ്യതയോടുകൂടെ സെമിനാരിയുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് എതിരഭിപ്രായങ്ങൾ ഉണ്ടായാലും ആരെന്ത് പറഞ്ഞാലും അതല്ല പ്രധാനപ്പെട്ടത്. സഭയുടെ വളർച്ചയാണ് പ്രധാനപ്പെട്ടത്. സഭയ്ക്ക് അച്ഛനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇതുപോലെയുള്ള എല്ലാവരും പറയുന്നു. ഇത് അച്ഛൻ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആത്മാർത്ഥതയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ളതായ സാധ്യത അച്ഛൻ നൽകണം എന്നുള്ളത് പ്രത്യേകമായിട്ട് അച്ഛൻ്റെ മുൻപാകെ അപേക്ഷയായി വയ്ക്കുകയാണ്. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങളെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക ഭാവതിരുമേനി, ഉയർന്നിയ സക്കറിയ മാർ അന്തോണിയോസ് തിരുമേനി, വന്ധ്യനായ ജോഷുവാച്ചൻ, സെമിനാരിയുടെ പ്രിൻസിപ്പൽ, വന്ധ്യനായ ഓർത്തഡോക്സ് അച്ഛൻ, വന്ധ്യനായ ജേക്കബ് കുര്യനച്ഛൻ, വന്ധ്യനായ ഒരു ശ്രേഷ്ഠന്മാരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ, കർത്താവിൽ സ്നേഹിതരെ, ഭാരതീയ പൈതൃകം അനുസരിച്ച് ഗുരു ദൈവതുല്യനാണ്. അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും ഗുരു ആദരിക്കപ്പെടുകയും ഗുരു വന്ദിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവിടെ ദൈവം ആദരിക്കപ്പെടുകയും ദൈവം വന്ദിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പഴയ സെമിനാരിയിൽ വന്ധ്യഗുരുനാഥനെ ആദരിക്കുമ്പോൾ വന്ദിക്കുമ്പോൾ അദ്ദേഹത്തെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ച് ഇങ്ങനെയൊരു നിയോഗം നൽകി ഈ ലോകത്തിലേക്ക് അയച്ച ദൈവം ആനന്ദിക്കുന്നുണ്ട്, ദൈവം വന്ദിക്കപ്പെടുന്നുണ്ട്. അച്ഛനെന്നും ഞങ്ങൾക്ക് ഒരു ദൈവികനായ ഗുരുനാഥനായിരുന്നു. കാരണം ബഹുമാനപ്പെട്ട അച്ഛൻ സെമിനാരിയിലേക്ക് എപ്പോഴെങ്കിലും പ്രവേശിച്ച് വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് സന്ദർശിക്കുന്ന സ്ഥലം പഴയ സെമിനാരിയുടെ ഹൃദയമായിരിക്കുന്ന പഴയ സെമിനാരിയിൽ ദൈവിക ചൈതന്യം കുടികൊള്ളുന്ന ചാപ്പലിലാണ്. അവിടെ കടന്നു വന്നിരുന്ന അനേക സമയം പ്രാർത്ഥിച്ച് ആവോളം ദൈവകൃപ സ്വീകരിച്ചതിന് ശേഷം മാത്രമായിരുന്നു അദ്ദേഹം തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് സമയം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഏറ്റെടുത്ത, അച്ഛനിൽ ഏൽപ്പിക്കപ്പെട്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും വളരെ ശ്രേഷ്ഠമായ രീതിയിൽ അച്ഛനെ അത് നടത്തുവാനായിട്ട് സാധിച്ചത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഇപ്രകാരമാണ്: എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവിനെ കൂട്ടുപിടിച്ചതുകൊണ്ടാണ് അച്ഛന്റെ ഈ വിജയകരമായ ഒരു 3 വർഷം ഇപ്പോൾ വന്ധ്യനായ ജോഷുവച്ചൻ അച്ഛന്റെ ശ്രേഷ്ഠതയെ കുറിച്ച്, അച്ഛന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. ഈ നേട്ടങ്ങളിലൂടെ എല്ലാം ദൈവമാണ് അദ്ദേഹത്തെ നയിച്ചത്. അതുപോലെ തന്നെ അച്ഛൻ ഞങ്ങൾക്ക് ഒരു ഗുരുനാഥൻ എന്നതിലുപരിയായിട്ട് പിതൃവാത്സല്യ ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉറമ കൂടിയായിരുന്നു. അച്ഛൻ പുറമെ പരുക്കനാണെങ്കിലും അച്ഛനോട് കൂടുതൽ വ്യക്തിപരമായിട്ട് അടുത്തവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അച്ഛനെ ഒരു പിതാവിന്റെ സ്നേഹം കുടികൊള്ളുന്നുണ്ടെന്ന്. അത് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വർഷത്തെ സംഭാഷണമാണ്. കാരണം ഞങ്ങൾ ഈ സെമിനാരിൽ അഡ്മിഷൻ ലഭിച്ച സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛനായിരുന്നു പ്രിൻസിപ്പളായിരുന്നത്. തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ അതുപോലെ തന്നെ നിർണായകമായ ഒരു കാലഘട്ടത്തിലേക്ക് ശമാശ പദവിയിലേക്ക് ഞങ്ങളെ ഇവിടുന്ന് എന്നോ
അതുകൊണ്ട് തന്നെ ശുഭാസന്മാരെല്ലാവരും അച്ഛന്റെ ഭവനത്തിൽ സന്ദർശിക്കുകയും അച്ഛന്റെയും കൊച്ചമ്മയുടെയും സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾ കൂടുതലായിട്ട് രുചിച്ചറിയുകയും ചെയ്തു. അച്ഛൻ ഞങ്ങൾക്കായിട്ട് നൽകിയ നല്ല മാതൃകകൾക്ക്, അച്ഛൻ ഞങ്ങൾക്കായിട്ട് ഒരുക്കിയ പ്രകാശത്തിന്റെ വഴിത്താരകൾക്ക്, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത എല്ലാ ത്യാഗങ്ങൾക്കും ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയും അതോടൊപ്പം തന്നെ തുടർന്നുള്ള കാലഘട്ടങ്ങൾ കുറെ കൂടെ ശോഭനീയമായ രീതിയിൽ ചെലവഴിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ വിധത്തിലുള്ള ആശംസകൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. സെമിനാരിയുടെ Guruvandanam Ramesh presented in sincere gratitude for Dr. Jacob Kurian for his dedicated and outstanding leadership and contributions rendered to the old seminary during the fruitful 37 years in various capacities. Alongside being a real guru, his relentless services, integrity toward diverse spectra as warden, librarian, bursar, and vice principal before becoming the principal of the seminary in 2012. His impeccable leadership has taken the seminary to higher heights of achievements, especially by organizing its bicentenary celebrations, hosting the convocation of the Saramo University, facilitating the seminary to complete the bicentenary commemorative buildings race in record time, and in the releasing of Indian postal stamp in 2015. Principal, faculty and students, Orthodox Theological Seminary, Kottayam. സെമിനാരിയുടെ നവതര സൂചകമായി ഉപകാരം സമർപ്പിക്കുന്നതിനായി അഭിവന്യ സെക്രട്ടറിമാർ അന്തോണിയോസ് തിരുമനസിനെ ക്ഷണിക്കുന്നു. വിദ്യാർത്ഥി സമൂഹത്തിന്റെ സ്നേഹം നവഫലങ്ങളായി സമർപ്പിക്കുവാൻ പഴയ സെമിനാരിയുടെ ബെന്യാമിൻ ഒന്നാം വർഷ വിദ്യാർത്ഥിയായ ബഹുമാനപ്പെട്ട മെൽവിനെ ക്ഷണിക്കുന്നു. ഗുരുബന്ധിക്കും ശിഷ്യ സമൂഹത്തിന്റെ സ്നേഹം ഇപ്പോൾ പഴയ സെമിനാരിയുടെ ബെന്യാമിൻ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് കുര്യൻ തന്റെ വ്യക്തിപ്രഭയാൽ പഠിത്ത വീടിന്റെ വിശുദ്ധാന്തി കാലം വർണ്ണാഭമാക്കി മാറ്റിയ ആചാര്യശ്രേഷ്ഠൻ ദീർഘവീക്ഷണമുള്ള തന്റെ പ്രവർത്തന ശൈലി കൊണ്ട് പഴയ സെമിനാരിയുടെ സുവർണ കാലഘട്ടം പ്രധാന അധ്യാപക പദവി അലങ്കൃതമാക്കിയ ഗുരുവരൻ ശിഷ്യ സമൂഹത്തിന് അനശ്വര മൂല്യങ്ങളെ തന്റെ വാക്കുകളിലൂടെയും അതിലുപരി നിശബ്ദതയിലൂടെയും പകർന്നു തന്ന മലങ്കരയുടെ ഭീഷ്മഗുരു. മറുപടി വാക്കുകൾക്കായി ബഹുമാനപ്പെട്ട പ്രിയ ഗുരുനാഥനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിമന്യ അന്തോണിയോസ് തിരുമേനി, ഞങ്ങളുടെയൊക്കെയും വന്യഗുരു ബഹുമാനപ്പെട്ട ടീച്ചർ ജോഷ്വാച്ചൻ, സെമിനാരി പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് അച്ഛൻ, സെമിനാരി എൻ്റെ സഹപ്രവർത്തകരായി വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛൻ, നയനാൻ ജോർജ് അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രതിനിധി ബഹുമാനപ്പെട്ട ഏൽദോസ് മാശം, എൻ്റെ സഹധർമ്മിണി, ബഹുമാനപ്പെട്ട വൈദിക ട്രസ്റ്റി കോനാട്ട് ജോൺസ് എബ്രഹാം അച്ഛൻ, ഇവിടെ വിവിധ നിലകളിൽ എൻ്റെ സ്നേഹത്തിൻ്റെ
പിന്തുണ നൽകുന്ന സെമിനാരി കുടുംബാംഗങ്ങൾ, എൻ്റെ സഹപാഠികൾ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജോർജ് തോമസ് അച്ഛൻ, CC ചെറിയാനച്ഛൻ, TI വർഗീസ് അച്ഛൻ, എൻ്റെ സഹപ്രവർത്തകരായ വൈദിക ശ്രേഷ്ഠര്, ബഹുമാനപ്പെട്ട റമ്പാച്ചൻ, വന്യ വൈദിക സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട ശമ്മാശന്മാര്, എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ഇടവകകളെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ആളുകൾ, സെമിനാരിയുടെ ഗവേണിംഗ് ബോർഡ്, മുൻ ഗവേണിംഗ് ബോർഡിന്റെയും ഇപ്പോഴത്തെയും അംഗങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ കുടുംബയോഗ അംഗങ്ങളും കുടുംബാംഗങ്ങളും, ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണെന്ന് ഞാനെടുത്ത് പറയേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട DJ ജോഷുവ അച്ഛൻ മലയാള മനോരമ സൺഡേ സപ്ലിമെന്റിൽ കഴിഞ്ഞ ഞായറാഴ്ച എഴുതിയ ചിന്താവിഷയത്തിൽ അഭിനന്ദനവും മുഖസ്തുതിയും തമ്മിലുള്ള വ്യത്യാസം സൂചിപ്പിക്കുകയുണ്ടായി. അഭിനന്ദനം നമുക്ക് സ്വീകാര്യമാണ്, അത് സ്വാഗതാർഹമാണ്. മുഖസ്തുതി എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും എന്ന്. ഇവിടെ അഭിനന്ദനമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എന്നാൽ ആ അഭിനന്ദനത്തിന് എനിക്ക് അർഹത ഇല്ല എന്നും അറിയാം. സെമിനാരിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം ആദ്യം വായിച്ച പുസ്തകം സെന്റ് ജോൺ ക്ലിമാക്കസിന്റെ ദ ലാഡർ ഓഫ് ഡിവൈൻ അസെന്റ്, സ്വർഗാരോഹണ ഗോവണി എന്നുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തില് സന്യാസികൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് എങ്കിലും ഇങ്ങനെ ഒരിടത്ത് പറയുന്നു: നീ പ്രശംസ കേൾക്കുമ്പോൾ, അഭിനന്ദനം കേൾക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്നു എങ്കിൽ ഈ ഗോവണിയിൽ നിന്ന് നീ ഒത്തിരി താഴേക്ക് വീണുകൊണ്ടിരിക്കും. കേട്ടത് ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ആസ്വദിക്കാതിരിക്കാൻ വയ്യ. പക്ഷെ താഴേക്ക് വീണു എന്നുള്ള വസ്തുത മനസ്സിന്റെ അടിത്തട്ടിൽ എവിടെയോ കിടക്കുന്നുണ്ട് താനും. ഇനിയും ഒന്ന് പൊങ്ങി വരുവാനായിട്ട് എന്തെല്ലാം വേണമെന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ആ വാക്കുകളോടൊപ്പം ഉള്ളത് കൊണ്ട് മുകളിൽ നിന്ന് എന്നെ പിടിച്ച് ഉയർത്തുവാനായിട്ട് തുടർന്നുള്ള പിന്തുണയും പ്രാർത്ഥനയും സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ് എന്റെ സഹപാഠിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. അത് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങളെല്ലാവരും സമ്മതിക്കും. എന്നാൽ തിരുമേനി ഇത്രയും നല്ല തുറന്ന മനസ്സോടുകൂടി അതൊന്ന് ഓർത്ത് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ എവിടെയായിരുന്നു എനിക്ക് അറിയാൻ പാടില്ല. തിരുമേനി ഉള്ളു തുറന്ന് ഇത്രയും പറഞ്ഞ വാക്കുകൾ അതിനർഹതയില്ലെങ്കിലും ഒരു വലിയ സഭയുടെ തലത്തിൽ നൽകിയതായ വലിയ ഒരു സമ്മാനമായിട്ട് ഞാൻ കരുതുന്നു. ഒരു ദിവസം മുഴുവനും ഇവിടെ സന്നിഹിതനായി ഈ സെമിനാരിയുടെ കാര്യങ്ങൾക്ക് ഇത് നേതൃത്വം നൽകുവാനും ബലഹീനനായ എനിക്ക് അർഹിക്കാത്ത രീതിയിൽ വാക്കുകൾ ഒത്തിരി പ്രോത്സാഹനമായിട്ട് അനുഗ്രഹമായിട്ട് ചൊരിഞ്ഞു തന്നതിൽ തിരുമേനിയോട് ഹൃദയത്തിന്റെ അടുത്തത്തിൽ നിന്ന് നന്ദി അറിയിക്കട്ടെ. അഭിമന്യ അന്തോണിയോസ് തിരുമേനിയും സഹപാഠിയാണ്. തിരുമേനി പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ്. അതായത് തിരുമേനി ആയാലും അല്ലെങ്കിലും തിരുമേനിക്ക് എന്നോടുള്ള ഒരു ബന്ധം അത് അന്നും ഇന്നും ഒരുപോലെയാണ്. എനിക്കും അങ്ങോട്ടും സാധാരണ കൂടെ പഠിപ്പിച്ചവരോ ഒക്കെ തിരുമേനിമാരാകുമ്പോൾ അങ്ങോട്ട് അടുത്ത് ചെല്ലാനായിട്ട് ഒരു ശകലം അകലം എവിടെയോ പാലിക്കണമെന്നൊന്ന് തോന്നിപ്പോകും. എന്നാൽ ഇത് അതിലപ്പുറമായിട്ട്
ഒരവകാശ ബോധത്തോടുകൂടി ചെന്ന് സംസാരിക്കുവാൻ ഇടയാകുന്ന ഒരു സതീർത്ഥ്യ പിതാവിനെ സ്നേഹപൂർവ്വം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ എന്നെ ഇവിടെ പഠിപ്പിച്ച ഒത്തിരി അവസരങ്ങൾ എനിക്ക് നൽകുവാൻ വേണ്ടി എനിക്ക് വേണ്ടി നിലകൊണ്ട, ഞാൻ വീണ അവസരങ്ങളിൽ എന്നെ താങ്ങി എനിക്ക് വേണ്ടതായ പിന്തുണ നൽകിയ വന്യപിതാവാണ് അദ്ദേഹം. സ്നേഹം കൊണ്ടാണ് ബെസ്റ്റ് പ്രിൻസിപ്പൽ സ്ഥാനത്തിന്റെ ഒരു കാര്യം പറഞ്ഞത് എന്ന് എനിക്കറിയാം. എനിക്ക് എന്റെ മുൻഗാമികളുടെ അടുത്തൊന്നും നിൽക്കാൻ യാതൊരു അർഹതയുമില്ല എന്ന് നല്ല ബോധ്യം ഉണ്ട്. എങ്കിലും അച്ഛന്റെ ആ ഒരു ഗുരു പിതൃ ദേവ മനസ്സിൽ നിന്ന് നൽകിയതായ ആ ഒരു വാക്കുകൾക്ക് ഒരു മറുപടിയും പറയുന്നില്ല. തൃപ്പാദത്തിൽ വന്നിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ഓത്തോമസ് അച്ഛൻ സെമിനാരിയുടെ ചുമതല ഏറ്റെടുത്ത അന്ന് അദ്ദേഹത്തിന് വിശുദ്ധ ബലിയിൽ അദ്ദേഹത്തോടൊപ്പം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അന്നും ഇന്നും ഇവിടെ ആയിരിക്കുവാൻ എനിക്ക് ഇടയായി. സഭയ്ക്ക് സെമിനാരിയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം ഒരു ഉന്നതമായ പശ്ചാത്തല പാരമ്പര്യം പ്രവൃത്തിപദത്തിൽ സഭാ ശുശ്രൂഷയുള്ള മറ്റൊരു പ്രിൻസിപ്പൽ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ വിചാരം. കാരണം അദ്ദേഹം അലങ്കരിക്കാത്ത സ്ഥാനങ്ങൾ, സഭയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ അധികം വേറെ ഇല്ല. ബഹുമാനപ്പെട്ട ഓത്തോമസ് അച്ഛൻ എന്റെ പിൻഗാമിയായിട്ട് ഇവിടെ വരുന്നു എന്ന് കാണുമ്പോൾ ഈ സെമിനാരി കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട അച്ഛന്റെ ഈ സ്നേഹ ബഹുമാന പ്രകടനത്തിനും ഇതിന് നേതൃത്വം നൽകിയ രീതിക്കും ദൈവത്തിന്റെ വാക്കുകൾക്കും ഹൃദയപൂർവ്വം ഞാനിവിടെ നന്ദി പറയുകയാണ്. എന്റെ സഹപ്രവർത്തകരായ വൈദിക ശ്രേഷ്ഠർ അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബനാട്ടച്ചൻ സംസാരിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യൂസൻ ആരാധനം നടത്തി. ബഹുമാനപ്പെട്ട നൈനാൻ കെ ജോർജൻ കൃതജ്ഞത അർപ്പിക്കുവാനായിട്ട് എന്റെ മുഖ്യ സംഘാടകനായിട്ടുണ്ട്. അവരോട് ചേർന്ന് സെമിനാരിയിലെ എന്റെ സഹോദരങ്ങളായ അധ്യാപക, അനധ്യാപക, സ്റ്റാഫ് അംഗങ്ങൾ, ഇവരുടെ ഒക്കെ സഹകരണം. ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ പറഞ്ഞു 3 കാരണങ്ങൾ എന്ന്. ഞാൻ എന്തെങ്കിലും ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കാരണമേ കാണുന്നുള്ളൂ. എനിക്ക് എന്റെ വിദ്യാർത്ഥികളും ഇവിടെയുള്ള സ്റ്റാഫ് അംഗങ്ങളും ഫാക്കൽറ്റി അംഗങ്ങളും നൽകിയതായ സഹകരണം. എന്റെ പരിമിതികളെ നല്ലവണ്ണം അവർ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങേയറ്റം സഹകരിച്ച് പ്രവർത്തിക്കുവാൻ ധാരാളമായി അവർ ശ്രമിച്ചു. അതിന് അവരോട് ഒത്തിരി നന്ദിയുണ്ട്. സെമിനാരി വിദ്യാർത്ഥികള് അവർക്ക് എന്നെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ശകലം പേടിയാണ്. അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ അത് മാറ്റാൻ ഞാൻ എത്ര ശ്രമിച്ചിട്ടും മാറ്റുന്നുമില്ല. അത് ചിലരുടെ നക്ഷത്ര വിശേഷമാണല്ലോ. അത് ഏതായാലും അതിന്റെ പിന്നിൽ പക്ഷെ അവർക്ക് എന്നോട് വെറുപ്പില്ല, ദേഷ്യമില്ല, ഉള്ളിൽ കയ്പില്ല എന്നാണ് എന്റെ ബോധ്യം. കാരണം എനിക്ക് അവരോട് കയ്പില്ലായിരുന്നു. എനിക്ക് അവരെ ഇപ്പോഴും സ്വന്തമാണ്. അവര് നിശ്ചയമായിട്ടും ഉള്ളിൽ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഈ സെമിനാരിയുടെ ഇടവരെ എന്നുള്ള പ്രവർത്തനത്തില് സെമിനാരി ഭൂമിയായിട്ട് പോകണമെങ്കിൽ വിദ്യാർത്ഥികൾ സഹകരിച്ചാലേ പറ്റൂ. അവരുടെ സഹകരണം അങ്ങേയറ്റം ലഭിച്ചിട്ടുണ്ട്. നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെയുള്ള ഓഫീസ്, മറ്റ് മേഖലകളിലുള്ള ആളുകൾ ഒക്കെ അങ്ങേയറ്റം സഹകരണം എനിക്ക് തന്നതിന് നന്ദിയോടെ ഓർക്കുന്നു. പഴയ സെമിനാരി മാനേജർമാര് ഉണ്ടായിരുന്നവരെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും ഇപ്പോഴത്തെ മാനേജർ ബഹുമാനപ്പെട്ട MC പ്രിയാസത്തിനെ പ്രത്യേകമായിട്ട് നന്ദിയോടെ അനുസ്മരിക്കുകയും ചെയ്യുന്നു. സെമിനാരിയുടെ അയൽവാസികളായ
സെമിനാരിയുടെ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളും അവരൊക്കെ ഒത്തിരി സ്നേഹം തന്നിട്ടുണ്ട്. സെമിനാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത് പരിശുദ്ധ സുന്നോദോസാണ്. സുന്നോദോസ് അംഗങ്ങളുടെ അടുക്കൽ ഏതെങ്കിലും കാര്യത്തിന് ചെന്നപ്പോഴൊക്കെയും അങ്ങേയറ്റം സഹകരണം തന്നത്, അനുഗ്രഹം തന്നത് നന്ദിയോടെ ഓർക്കുന്നു. അവരിൽ അക്കാര്യത്തിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്കൊരു പ്രത്യേക പരിഗണന എപ്പോഴും തരുന്നത് പരിശുദ്ധ ആദര മനസ്സുകൊണ്ടാണ്. തിരുമേനിയുടെ ഓഫീസ് അങ്ങേയറ്റം സഹകരണം കാണിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ സെക്രട്ടറിമാര് അങ്ങേയറ്റം പിന്തുണ നൽകിയിട്ടുണ്ട്. പരിശുദ്ധ പിതാവിനോട് ഒരിക്കൽ കൂടി വ്യക്തിപരമായിട്ട് നന്ദി അറിയിക്കുകയും ഏതെങ്കിലും രീതിയിൽ തിരുമനസ്സിന് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. മനഃപൂർവ്വം ഒന്നും തിരുമേനിയെ വേദനിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. കാരണം അതിനുള്ള പരിശീലനം തന്നിട്ടുള്ളത് എൻ്റെ അമ്മയും അപ്പനുമാണ്. അമ്മയുടെ പ്രാർത്ഥന അത് എല്ലാവർക്കും എന്നും വെളിച്ചം തരുന്നത്. അപ്പന്റെ അനുഗ്രഹം, ജ്യേഷ്ഠ സഹോദരങ്ങളുടെ അനുഗ്രഹം, അവരുടെ കുടുംബങ്ങളുടെ പിന്തുണ, ഇതൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ വൈദിക സെമിനാരിയിലേക്ക് ചേരുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് പിന്തുണ നൽകിയ ഞങ്ങളുടെ പള്ളിയിലെ വികാരിയച്ഛൻ, അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ബഹുമാനപ്പെട്ട ടി.ഐ. പൗലോസ് അച്ഛൻ. അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. നെടുമാവ് പള്ളിയിലെ എല്ലാ ഗുരുക്കന്മാരെയും പിതൃസ്ഥാനികളെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. എന്റെ കുടുംബം പടിപ്പാറയ്ക്കൽ കുടുംബം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിന്റെ രക്ഷാധികാരി കൂടിയാണ് ബഹുമാനപ്പെട്ട എന്റെ സഹപാഠിയായ ജോർജ് തോമസ് അച്ഛൻ. അച്ഛൻ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ആ കുടുംബയോഗത്തിലെ സെക്രട്ടറി, മറ്റു ചുമതലക്കാരൊക്കെയും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പിന്തുണയും അവരുടെ അനുഗ്രഹവും എനിക്ക് എന്നും ഓർക്കുവാനായിട്ടുണ്ട്. ഞാൻ ഓർത്തു നോക്കുമ്പോൾ അനേകം വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ എന്നോട് വലിയ സൗമനസ്യം കാണിച്ചവരായിട്ടുണ്ട്. എല്ലാവരെയും ഓർക്കുന്നുണ്ട്, പക്ഷെ പേരുപെടുത്ത് പറയുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അവരെയൊക്കെ നന്ദിപൂർവ്വം ഓർക്കുന്നു. ബഹുമാനപ്പെട്ട സഭാ സ്ഥാനികൾ ആയിരിക്കുന്നവരെ നന്ദിയോടെ ഓർക്കുന്നു. സെമിനാരിയുടെ ഓരോ വികസന കാര്യങ്ങളിൽ ചെന്ന് പറയുമ്പോൾ അവര് കൈത്താങ്ങൽ നൽകിയിരിക്കുന്നുള്ളതിനെ ഓർക്കുകയാണ്. ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും അവസാനമായിട്ട് എന്റെ കൊച്ചു കുടുംബത്തെ ഓർക്കുന്നു. എന്റെ സഹധർമ്മിണി ഒത്തിരി പുറത്ത് കാണുന്ന രീതിയിലുള്ള പങ്കാളിത്തത്തിലേക്ക് വന്നില്ലെങ്കിലും എനിക്ക് ശക്തമായ ഒരു ഗുണ നൽകിക്കൊണ്ട് എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു. മക്കള് രണ്ടുപേരും അവരുടെ കുടുംബങ്ങളും അവര് രണ്ടുപേരും ഇന്നിവിടെ വരുവാനായിട്ട് ആഗ്രഹിച്ചുവെങ്കിലും എനിക്ക് അവര് ഇവിടെ ഇല്ല എന്ന് അറിയാമെങ്കിലും അവർക്കുള്ള സങ്കടം അവർ ഒത്തിരി രീതിയിൽ അറിയിച്ചു. അവരെ അവരുടെ പിന്തുണ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ സെമിനാരിയെ കുറിച്ചുള്ള എന്റെ ഒരു കൊച്ചു ദർശനം ഞാൻ പറയുവാൻ മടി കാണിക്കുന്നില്ല. ഞാനിവിടെ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടാണ് ആദ്യം പഴയ സെമിനാരി മണ്ണിൽ കാലുകുത്തുന്നത്. സെമിനാരിയുടെ 150ാം വർഷ ആചരണത്തോടനുബന്ധിച്ച് ഇവിടെ സാമാന്യം ഭേദപ്പെട്ട ഒരു സമ്മേളനം നടന്നു. അന്ന് വിദേശ സഭകളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ നടന്നതായ വിശുദ്ധ കുർബാന അന്നിവിടെ ഉണ്ടായിരുന്നു. മലയാള മനോരമയിൽ അറിഞ്ഞതിന് പ്രകാരം എന്റെ സൺഡേ സ്കൂളിൽ നിന്നുള്ള അധ്യാപകര് ഞങ്ങളെ കുറെ കുട്ടികളെയും കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. അന്ന് ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിട്ട് വളരെ താല്പര്യത്തോടുകൂടി ഇതെല്ലാം ശ്രദ്ധിച്ച് അതിൽ ഒരു വിദേശ സഭാ നേതാവിന്റെ അടുക്കൽ ചെന്ന് കൈമുത്തി അർമീനിയൻ സഭയുടെ
സർക്കീസിയാൻ എന്ന് പറയുന്ന ബിഷപ്പായിരുന്നു. എന്നെ കണ്ടയുടനെ അന്നൊരു ബാഡ്ജ് ഇവിടെ നൽകിയത് അദ്ദേഹം വാങ്ങിച്ചിട്ട് അതിന്റെ പിന്നിൽ അദ്ദേഹം അർമീനിയൻ ഭാഷയിൽ എന്റെ പേരെഴുതി തന്നിട്ട് പറഞ്ഞു, മേ ഗോഡ് ബ്ലസ് യു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അന്ന് കിട്ടിയതായ ആ അനുഗ്രഹവും, അന്ന് സെമിനാരി മെസ്കോള് എന്ന് പറയുന്നത് ഇന്നത്തെ മെസ്കോളൊന്നുമല്ല, ഒരു ഷെഡായിരുന്നു. അവിടെ വെച്ച് അന്ന് കഴിച്ച അപ്പവും മുട്ടക്കറിയുടെയും രുചി, ഇതൊക്കെ എന്റെ ദൈവ വിളിക്ക് ഒരു മുഖാന്തരമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പലർക്കും അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് പറയുവാനുണ്ട് എങ്കിൽ, ഒരു അപ്പത്തിന്റെയും മുട്ടക്കറിയുടെയും രൂപത്തിൽ എന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ ദൈവം നമ്പുരാൻ ഏതെല്ലാം സാഹചര്യമാണെങ്കിലും വിളിക്കുവാൻ ഓരോരോ മാർഗങ്ങളുണ്ട്. അങ്ങനെ വിളിക്കുന്നിടത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു ആത്മാർത്ഥത കാണിക്കാൻ പറ്റിയാൽ ദൈവം ബാക്കി നോക്കിക്കൊള്ളും. തമ്പുരാൻ അങ്ങനെ നോക്കിയാൽ, പിതാക്കന്മാരെ കബറടങ്ങിയിരിക്കുന്ന മണ്ണാണിത്. ആ മണ്ണിൽ കാപട്യമില്ലാതെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക, കുറവുകൾ ദൈവം വരാൻ ശ്രമിക്കും. എന്നാൽ അങ്ങനെ ഉള്ള അവസരത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഇരിക്കുക, പഠിക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഇരിക്കുക, നമ്മെ കൊണ്ട് ആവുന്നത് നമ്മുടെ സമൂഹത്തിൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അത് ശ്രമിക്കുന്നിടത്ത് വൈദിക സെമിനാരി അതിന്റെ ദൗത്യം പൂർണ്ണമായിട്ട് നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുവാനുള്ള ഒരു മനസ്സ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ദർശനമാണ് എനിക്ക് മുന്നിൽ വെച്ചിട്ട് പോകാനുള്ളത്. കാരണം ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു നിലവാരം ഉയർന്നു വരിക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. വിദ്യാർത്ഥികൾ അതുപോലെ ഉയരുമ്പോൾ വൈദികര് അതുപോലെ ഉയരും, വൈദികർ ഉയരുമ്പോൾ സഭ ഉയരും. അത് ബുദ്ധിപരമായിട്ട് മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന മാർഗത്തെക്കുറിച്ച് അപ്പോൾ ദൈവം വരാൻ വഴി കാണിച്ചു തരും. അത് പ്രയോജനപ്പെടുത്തുവാൻ നമ്മൾ ചുരുങ്ങിപ്പോകാതെ മുകളിലേക്ക് നോക്കി ഉയരുവാൻ ദൈവം നമ്പുരാൻ ഈ സെമിനാരിയിലെ എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുവാൻ അവസരം ഉണ്ടാക്കട്ടെ. ഇങ്ങനെ ബലഹീനനായ എനിക്ക് ഒരു അവസരം തന്ന, എന്നെ ആദരിച്ച ഈ കുടുംബത്തിന് ഞാൻ എന്നും കടപ്പെട്ടവനാണ്. ഞങ്ങളുടെ കുടുംബം കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഉള്ള ഒരൊറ്റ മൺതരിക്കും ജേക്കബ് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ഞാൻ മാറിപ്പോവുകയാണ്. ഞാനൊരു ഒഴിയ വാർത്തയായിരിക്കും സെമിനാരിയുടെ. ഇവിടെ വന്ന് പള്ളിയിൽ ഇരിക്കുവാനും ഇവിടെ അത്യാവശ്യത്തിന് കടന്നു പോകാനും പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ജീവിതമില്ല. കാരണം അതേ ഉള്ളൂ ഇതുവരെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുള്ളതെങ്കിൽ അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് അത് എന്റെ അവകാശമാണ്. അത് ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്പുരാൻ ബാക്കി കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജോഷുവാച്ചനൊക്കെ കാണുന്ന ആ ഒരു താല്പര്യങ്ങള് അച്ഛനെ കുറിച്ച് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. ശ്രമിച്ചു നോക്കാം. പക്ഷേ എല്ലാവരും ഒരുപോലെ ആവുകയില്ലല്ലോ. ജോഷുവാച്ചനെ പോലെ എഴുതാനോ പ്രസംഗിക്കാനോ ഒക്കെ നമ്മളൊക്കെ ആരെ എന്ന് ശ്രമിച്ചാലും അത് പിന്നെ കമ്പാരിസൺ അറിയിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. എങ്കിലും അവനവനായിരിക്കുന്ന ചുറ്റുപാടിൽ ചെയ്യാവുന്നത് ചെയ്യുവാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്, പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ദ റോബ് എന്ന് പറയുന്നതാണ്. വായിച്ചു തീർന്നില്ല. ലോയിഡ് സി ഡഗ്ലസിന്റെയാണ്. സെമിനാരി പഠിക്കാനായിട്ട് വന്നപ്പോൾ ചെറിയാനച്ചൻ ഞാനൊന്നും വഴക്ക് പിടിച്ച ഒരു കാര്യം ഈ പുസ്തകം വായിക്കാൻ വേണ്ടിയായിരുന്നു. ആ പുസ്തകത്തിനകത്ത് ഒരു കഥാപാത്രമുണ്ട്. അവരുടെ പേര് മെറിയാം എന്നാണ്. ഈ മെറിയാം ഒരു മുടന്തിയാണ്, പക്ഷെ നന്നായിട്ട് പാടും. ആ മെറിയാം കാനാവിലെ ഒരു താമസക്കാരിയാണ്. യേശു തമ്പുരാൻ അവൾക്ക് ഒരു സുപ്രഭാതത്തിൽ പാടുവാനായിട്ടുള്ള വലിയ കഴിവ് കൊടുത്തു. അവൾ സുന്ദരമായിട്ട് പാടും, പക്ഷെ അവൾ മുടന്തിയാണ്. വേണമെങ്കിൽ അവളുടെ മുടന്തും യേശുവിന് മാറ്റാമായിരുന്നു, പക്ഷെ അത് മാറ്റിയില്ല. അവളുടെ ആ കൊച്ച് കട്ടിലിൽ ഇരിക്കും. ആളുകൾ അവിടെ എടുത്തുകൊണ്ട് വൈകുന്നേരം കവലയിൽ കൊണ്ടുവന്ന് കിടത്തും. അവൾ അവിടെ ചാരിയിരുന്നുകൊണ്ട് പാടും, മനോഹരമായിട്ട് പാടും. അങ്ങനെയുള്ള പാട്ടിനകത്ത് നിന്ന് ഒരു ദിവസം അവളോട് ചോദിച്ചു,
യേശു നിന്നെ എന്തുകൊണ്ടാണ് നിന്റെ മുടന്ത് മാറ്റാതിരുന്നത്? അവൾ ഉത്തരമായിട്ട് പറഞ്ഞു, എന്റെ മുടന്ത് മാറിയിട്ട് ഞാൻ ഓടി നടക്കുന്ന ഒരു പാട്ടുകാരിയായിരുന്നുവെങ്കിൽ എന്നെ ആരും ഇത്രമാത്രം ശ്രദ്ധിക്കുകയില്ലായിരുന്നു. ഞാനിന്നിവിടെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഒരു മുടന്തനായ ഒരു പ്രവർത്തകനായതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അതിനിടയിൽ ദൈവം നമ്പുരാൻ എന്റെ നാവിലോ എന്റെ കൈകൾക്കോ എന്റെ വാക്കുകൾക്കോ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ കൃപ, അവിടുത്തെ കൃപ, അവിടുത്തെ കൃപ, അവിടുത്തേക്ക് സ്തുതി. എല്ലാവരും അനുവദിക്കുമെങ്കിൽ, പരിശുദ്ധ ബാബാചരണ അനുവദിക്കുമെങ്കിൽ എന്റെ ശിഷ്യനെന്ന് ഞാൻ പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന നമ്മുടെയൊക്കെ ആദരപാത്രമായ എം.വി. ജോർജ് മുന്നോട്ട് വന്ന് ഒരു വാക്ക് നന്ദിയോടെ ഞാൻ എന്നുള്ള ഗീതം ഒന്ന് ചൊല്ലി നിങ്ങളെല്ലാവരും ഒന്ന് എന്നോട് ചേർന്ന് ഒന്ന് ഏറ്റു ചൊല്ലണം. അച്ഛൻ്റെ ഇഷ്ടഗാനം പാടുന്നതിന് മുമ്പ് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം നമ്മൾ ചേർന്ന് പാടാം. ആ ഈരടി പാടുമ്പോൾ പ്രിയപ്പെട്ട അച്ഛനെയാണ് ഓർക്കുന്നത്. നമുക്കറിയാവുന്ന ക്ഷേമ നമസ്കാരത്തിലെ ഒരു ഈരടി പാടിയതിനു ശേഷം അച്ഛൻ പറഞ്ഞ നന്ദിയോടെ എന്നുള്ള പാട്ട് നമുക്ക് പാടാം. നിർമ്മലരിൽ കനിയും നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകുവോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകുവോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി
തിരി അണയാതികളാക്കുവാൻ ശിഷ്യ സമൂഹത്തിന് ഉതകുമാറാകട്ടെ. ഗുരുവന്ദനത്തിന്റെ വേദിക്കും സദസ്സിനും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഗുരുവന്ദനത്തിന്റെ മുഖ്യ സംഘാടകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ നേരാകേന്ദ്രൻ സംസാരിക്കുന്നു. നാമം മഹത്വപ്പെടുമാറാവട്ടെ. കഴിഞ്ഞ 37 വർഷക്കാലം ഈ പഠിത്ത വീടിനെ തന്റെ സജീവ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച, വിവിധ കർമ്മ പദ്ധതി നിന്നുകൊണ്ട് അനുഗ്രഹിച്ച വന്ധ്യ ഗുരുനാഥൻ പ്രിയ ജേക്കബ് കുര്യനച്ചന് ആദരവ് അർപ്പിച്ച് ബഹുമാനിച്ച ഈ സദസ് ഈ നിമിഷം സെമിനാരി ചരിത്രത്തിന്റെ ഏടുകളിൽ സ്വർണ്ണ ലിപികളിൽ എഴുതുന്ന ഒന്നാണ്. എല്ലാ അർത്ഥത്തിലും ബഹുമാന്യനായ ജേക്കബ് കുര്യനച്ചൻ ഒരു യഥാർത്ഥ ഗുരു ആയിരുന്നു എന്ന് സാക്ഷിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഭാരതീയ ദർശനമനുസരിച്ച് 4 ഗുണങ്ങൾ ചേരുന്ന ഒരാളാണ് യഥാർത്ഥ ഗുരു. പ്രിയ അച്ഛനിൽ ഈ 4 ഗുണങ്ങളും സമന്വയിച്ച് കാണുന്നതിൽ അത്ഭുതം കൂറുകയാണ്. 4 കാര്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ. ശിഷ്യരുടെ ഹൃദയത്തിൽ ഈശ്വര വിചാരത്തെ സൃഷ്ടിക്കുന്നതിന് പ്രാപ്തിയുള്ളവനാണ് യഥാർത്ഥ ഗുരു. അതാണ് ഗുരു ബ്രഹ്മ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. തന്റെ ശിഷ്യ സമൂഹത്തിന്റെ മനസ്സിൽ ദൈവവിശ്വാസത്തിന്റെ അടിത്തറ പാകുവാൻ ഈ ഗുരുവിന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് ഗുരു വിഷ്ണു എന്ന് പറഞ്ഞാൽ ഈശ്വര വിചാരത്തെ ശിഷ്യ മനസ്സിൽ നിലനിർത്തുവാൻ കഴിയുന്നവൻ എന്നാണ് അർത്ഥം. അതിലും ഈ വന്ധ്യഗുരു വിജയിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് ഗുരു ദേവ മഹേശ്വര എന്ന് പറഞ്ഞാൽ ശിഷ്യ മനസ്സിലെ അന്ധകാരത്തെ സംഹരിക്കുവാൻ കഴിയുന്നവനെന്നാണ്. ശിഷ്യ മനസ്സിൽ ഉയർന്നു വന്നിട്ടുള്ള വിശ്വാസത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക്, അഭിപ്രായങ്ങൾക്ക് ശരിയായ ദിശയിൽ ഉത്തരം നൽകി അന്ധകാരത്തെ നിഗ്രഹിക്കുന്നതിൽ ഈ ഗുരു ശ്രേഷ്ഠനായിട്ടുണ്ട്. നാലാമത്തത് ഗുരു സാക്ഷാത് പരം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ സാക്ഷാത് എന്നാൽ അക്ഷരങ്ങളോട് കൂടിയത് എന്നാണ്. ഇന്ദ്രിയങ്ങളോട് കൂടിയത്, ഇന്ദ്രിയങ്ങളോട് കൂടിയത്, ശരീരമുള്ളവൻ, ആ ശരീരത്തോടൊപ്പം ആ വാഹനത്തിൽ ബ്രഹ്മത്തെ അറിയുന്നവൻ കൂടിയായിരിക്കുന്ന യഥാർത്ഥ ഗുരു. ആ തരത്തിലും അച്ഛൻ പ്രശോഭിച്ചിട്ടുണ്ട്. ഈ ഗുരുവിന് എല്ലാ പ്രണാമവും. ഈ സദസ്സിലെ സാന്നിധ്യം കൊണ്ടും വലിയ വലിയ വാക്കുകൾ കൊണ്ടും അനുഗ്രഹിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതിൽ എനിക്കതിയായ സന്തോഷം. സെമിനാരിയുടെ ഏത് ആവശ്യം പരിശുദ്ധ ബാബാതിരുമനസ്സിന്റെ മുൻപിൽ അറിയിച്ചാലും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ആ സംഗതിയെ കൈകാര്യം ചെയ്യുന്നു എന്നത് അനുഭവത്തിലൂടെ പറയുകയാണ്. തന്റെ സഹപാഠിയെ ആദരിക്കുന്നതിൽ, ആ സദസ്സിൽ അധ്യക്ഷനായിരിക്കുന്നതിൽ പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി ഈ പഠിത്ത വീടിന്റെ ഉടമസ്ഥൻ കാണിച്ച താല്പര്യത്തിന് കുടുംബത്തിന്റെ ഈ സദസ്സിന്റെ പ്രണാമവും നന്ദിയും വിനയപുരസ്സരം അറിയിക്കട്ടെ. തന്റെ സഹപാഠിയായ ജേക്കബ് കുര്യനച്ചന് ആശംസകൾ അറിയിക്കുവാൻ അഭിമതനായ അന്തോണിയോസ് തിരുമേനി പ്രത്യേക താല്പര്യമെടുത്തു. തിരുമേനി പുതിയ സെമിനാരിയുടെ ഗവേണിംഗ് ബോർഡ് അംഗം കൂടിയാണ്. രാവിലെ ആ ബോർഡിന്റെ മീറ്റിംഗിൽ സംബന്ധിച്ച് ഈ മീറ്റിംഗിനെ അനുഗ്രഹമാക്കി നല്ല വാക്കുകൾ കൊണ്ട് ധന്യമാക്കിയതിൽ സെമിനാരി കുടുംബത്തിന്, ഈ സദസ്സിന് ഏറെ കടപ്പാടുണ്ട്. തിരുമേനിയെ വിനയപൂർവ്വം അറിയിക്കട്ടെ.
ആശംസകൾ അറിയിച്ച നമ്മുടെ എല്ലാം ഗുരുനാഥനായ വന്യനായ ജോഷുവാച്ചൻ, അതുപോലെ തന്നെ ജോൺസ് എബ്രഹാമച്ചൻ, വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായ എൽദോസ് ഷമാശൻ മുതലായവരോടുള്ള കടപ്പാട് നിസ്സീമമാണ്, വാക്കുകൾക്ക് അതീതം. എങ്കിലും ഔപചാരികതയുടെ പേരിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കട്ടെ. ഈ പരിപാടിയുടെ സുഗമമായ ക്രമീകരണത്തിന് ആവശ്യമായ നേതൃത്വം നൽകിയ സെമിനാരി പ്രിൻസിപ്പൽ വന്യനായ ഒ തോമസ് അച്ഛൻ, ഈ പരിപാടിക്ക് ചുക്കാൻ പിടിച്ച ജേക്കബ് മാത്യു അച്ഛൻ, ഇവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. ജേക്കബ് കുര്യനച്ഛന്റെ കൊച്ചമ്മയുടെ സാന്നിധ്യം സന്തോഷം നൽകുന്ന ഒന്നാണ് എപ്പോഴും. ഇന്നത്തെ കൊച്ചമ്മയുടെ സാന്നിധ്യം ഏറെ ഈ സദസ്സിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കൊച്ചമ്മയോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഗവേണിംഗ് ബോർഡ് മെമ്പേഴ്സായ വൈദിക അവൈദിക എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഫാക്കൽറ്റി അംഗങ്ങളായ വൈദിക ശ്രേഷ്ഠ ബഹുമാനായ CC ചെറിയാനച്ചന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. മാനേജൻ ബഹുമാനായ കുര്യാക്കോസച്ചന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. KM സക്രിയാച്ചന്റെ സാന്നിധ്യത്തെയും നന്ദിയോടെ ഓർക്കുകയാണ്. കോട്ടയം ഭദ്രാസനത്തിലെ വൈദികരുടെ സാന്നിധ്യം, പ്രത്യേകിച്ചും ജേക്കബ് കുര്യനച്ഛന്റെ കുടുംബ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ജോർജ് തോമസ് അച്ഛന്റെ സാന്നിധ്യത്തെയും നന്ദിയോടെ ഓർക്കുകയാണ്. ജേക്കബ് കുര്യനച്ഛന്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഇടവകയിലെ പ്രതിനിധികൾ, സെമിനാറിലെ അയൽവാസികൾ എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ സെമിനാരിയിലെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, ബഹുമാനരായ ഷമാശന്മാർ, വിദ്യാർത്ഥികൾ, അവരുടെ സാന്നിധ്യവും അതുപോലെ തന്നെ അധ്വാനവും ഈ ചടങ്ങിന് കൊഴുപ്പേറിയിട്ടുണ്ട്. ഈ ചടങ്ങിനെ ഏറ്റവും ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വ്യത്യസ്തങ്ങളായ കമ്മിറ്റികളുടെ മേൽനോട്ടം വഹിച്ച ഷമാശന്മാർ, അതിൽ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന ജോണി ഷമാശന്റെ ശുശ്രൂഷയും നന്ദിയോടെ സ്മരിക്കുന്നു. എല്ലാവർക്കും നന്ദി, സ്നേഹം. ഏറ്റവും ഒടുവിലായി പ്രിയ ജേക്കബ് കുര്യനച്ഛന് ദീർഘായുസ്സും ദൈവകൃപയും വരും ദിനങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധമാവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് ഉണ്ടായിരിക്കട്ടെ.